അമേരിക്കയും ഇറാനും വളരെ വലിയ രൂപത്തിൽ സങ്കീർണമായ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഉപരോധങ്ങളെയൊക്കെ കണ്ണുവെട്ടിച്ചുകൊണ്ട് കൃത്യമായിട്ട് അവരുടെ ഓയിൽ ടാങ്കറുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പറഞ്ഞുവിടുന്ന സംവിധാനം ഇറാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത് 2 ദിവസം മുമ്പായിട്ട് ഓയിൽ ടാങ്കറുകളെ, ഇറാൻ പറഞ്ഞയച്ച ഓയിൽ ടാങ്കറുകളെ കൃത്യമായി അമേരിക്ക ബന്ദിയാക്കുകയും അവരുടെ അധീനതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന രംഗം വാർത്തയായിരുന്നു. ലോകത്തെമ്പാടും അത് ചർച്ചയാവുകയും ചെയ്തു. പക്ഷേ അതിനൊന്നും പ്രതികരിക്കാതെ, അത് കേട്ട് കേൾവി പോലും നടിക്കാതെ ഇറാൻ അതങ്ങനെ തന്നെ പര്യവസാനിച്ചു എന്നായിരുന്നു നമ്മളൊക്കെ കണ്ടത്. കാരണം അത് ഞങ്ങളുടെ കപ്പലല്ലാന്നോ ഞങ്ങളുടെ കപ്പലാണെന്നോ ഒന്നും പറയാതെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന രൂപത്തിലായിരുന്നു ഇറാൻ സമീപനം, അല്ലെങ്കിൽ ഇറാൻ്റെ സമീപനം ഉണ്ടായിരുന്നത്. കൃത്യമായി 2 ദിവസം അഥവാ 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പായിട്ട് ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് നമ്മളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. 60 ലക്ഷം എണ്ണ കൊണ്ടുപോകുന്ന ഒരു ടാങ്കറിന് അഥവാ വമ്പൻ കപ്പലിനെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. നേരത്തെ അമേരിക്ക വേണ്ടാത്ത കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തിയ അതേ രാജ്യത്തെ തന്നെ ഇറാൻ്റെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റവല്യൂഷണറി ഗാർഡ് അമേരിക്കയുടെ സന്തത സഹചാരിയായിട്ടുള്ള ഏത് രാജ്യമെന്ന് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ പോലും അമേരിക്കയുടെ അനുഭാവിയായിട്ടുള്ള രാജ്യത്തിൻ്റെ കൊടി വെച്ചിട്ടുള്ള കപ്പൽ, ആ കപ്പലിലാകട്ടെ 60 ലക്ഷം ലിറ്റർ ഇന്ധനമുണ്ട് എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടായിട്ട് ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുള്ള മറുപടിയായിട്ട് ഇറാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ പിടിച്ചെടുത്തു, നിങ്ങൾക്ക് വേണ്ടതും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് എവിടം വരെ പോകാനും തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഇറാൻ ട്രംപിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അതേ നാണയത്തിൽ തന്നെ നമ്മൾ നിങ്ങളോടും പെരുമാറും. ഇത് ഇറാനാണ് രാജ്യം, ഞങ്ങളുടെ ജനത ഞങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ രാജ്യത്തെ അരക്ഷിതാവസ്ഥ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ആളും തരവും നോക്കി കളിക്കുക. അതല്ലാതെ ഞങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ അതായത് ഘട്ടങ്ങളിൽ ഞങ്ങൾ ഉപരോധങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യും. നിങ്ങൾ എല്ലാ കഥ ഉണ്ടാക്കിയിട്ടാണ് ഈ ഉപരോധങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. നിങ്ങളാണ് ലോകത്ത് ഏറ്റവും വലിയ അസമാധാനത്തിൻ്റെ വിത്ത് പാകുന്നവർ. അതുകൊണ്ട് പഴയ ഇറാനല്ല ഞങ്ങൾ എന്ന് വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ഈ ഒരു സന്ദേശത്തിലൂടെ കൊടുക്കാൻ കഴിയുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് മറ്റൊരു കാര്യം കൂടി ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഈ കപ്പൽ ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്നോ അവിടുത്തെ ആ കപ്പലിലുള്ള ആളുകൾ എത്ര എണ്ണം ഉണ്ട് എന്നോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പകരം പറയുന്നത്, നിങ്ങൾക്ക് സാറ്റലൈറ്റ് സംവിധാനങ്ങളിലൂടെ ഞങ്ങളുടെ ഈ നീക്കങ്ങളെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ അറിയാൻ കഴിയുമെന്നാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഞങ്ങൾ നിയമ നടപടികൾക്ക് ശേഷം ഇതിലുള്ള ആളുകളെ അവരുടെ ജീവനക്ക് ഒരു ഹാനിയുമില്ലാതെ കൃത്യമായി അവരുടെ നാടുകളിലേക്ക് വിട്ടയക്കും. ഇനിയും ഞങ്ങളോട് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ ഇവരുടെ ജീവന് ഭീഷണിയായിരിക്കും എന്ന് കൃത്യമായൊരു മുന്നറിയിപ്പോടുകൂടി ആ ഒരു ചാപ്റ്റർ ഇറാൻ സ്റ്റേറ്റ് TV അവസാനിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ഇറാൻ്റെ കരുത്ത്. ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുണ്ടെങ്കിൽ പോലും ഇത്ര ആണൊരുത്തനായിട്ട് രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിൽ ആയത്തുള്ള ഖംനയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ട്രംപ് എന്ന് പറയുന്നത് പല്ലുപോയ സിംഹം പോലെയാണെന്നൊക്കെ പലകുറി പറഞ്ഞു വെച്ചതാണ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ എല്ലാ കാര്യങ്ങളും, തൊട്ടതൊക്കെ നാശം പിടിച്ച ഒരു സമീപനവും ഉള്ള ആ ഒരു സ്റ്റാറ്റസൊക്കെ തകിടം മറിഞ്ഞു പോകുന്ന ഒരു പ്രവർത്തനങ്ങളൊക്കെയാണ് ട്രംപിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടാകുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന്.